देख के मुझको दुनिया वाले कहने लगे दीवाना, आज वहाँ है इश्क जहाँ कुछ खौफ नहीं रुसवाई का, खौफ नहीं रुसवाई का। देख के मुझको दुनिया वाले कहने लगे है ദീവാന. എന്നെ കണ്ടിട്ട് ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നുണ്ട്. അത്ര ഭ്രാന്തമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവളിലേക്ക് ചെന്നെത്തേണ്ടതുണ്ട്. അവളിലേക്ക് അടുക്കാനുള്ള, ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള എൻ്റെ ആഗ്രഹം വളരെ ദൃഢമാണ്. ഞാൻ അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്. സ്വാഭാവികമായും അത് പുറമെ നിന്ന് കാണുന്ന ആളുകൾക്ക് ഭ്രാന്തായി അനുഭവപ്പെടും. എൻ്റെ പ്രണയം അവർക്കൊരു ഭ്രാന്തായി തോന്നുന്നുണ്ട്. ആജ് വഹാ ഹേ ഇഷ്ക്, ഇന്ന് അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രണയമുള്ളത്. എവിടെ? ജഹാ കുച്ച് ഹൗഫ് നഹീ റുസ്വായിക, മാനഹാനിയെക്കുറിച്ച് ഒരു ഭയവുമില്ലാത്ത ഇടത്ത് മാത്രമാണ് പ്രണയമുള്ളത്. ആളുകൾ എന്ത് ധരിക്കും, അവളോട് എൻ്റെ സംസാരം ഇങ്ങനെ ആയാൽ ആളുകൾ എന്തു വിചാരിക്കുമെന്ന് കരുതുന്നിടത്ത് പ്രണയം നഷ്ടമാകും. പ്രണയത്തിലായിരിക്കുന്ന ഒരുവന് പരിസരബോധം നഷ്ടമാകും എന്ന് പറയുന്നത് വെറുതെ അല്ല. ആ പരിസരബോധം നഷ്ടമാവുകയും അവളോടുള്ള അല്ലെങ്കിൽ അവനോടുള്ള പ്രണയത്താൽ ഹൃദയം വീർപ്പുമുട്ടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ പ്രണയിയാവുന്നത്. അവിടെ ചിലപ്പോൾ മാനഹാനി സംഭവിക്കും. ആ മാനഹാനി ഭയപ്പെട്ട് നിൽക്കുന്ന ഒരുവന് പ്രണയിക്കാൻ സാധിക്കുകയില്ല. ആളുകൾ എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഭ്രാന്തൻ എന്നുള്ള വിളി എനിക്ക് അലങ്കാരമാണ്, ഞാനൊരു പ്രണയിയാണ് എന്നതിൻ്റെ തെളിവാണത്. കവി പറഞ്ഞു വെക്കുന്ന വളരെ മനോഹരമായ ഈരടിയാണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രണയത്തിലായിരിക്കുന്ന ആളുകളെ ആ പ്രണയം മനസ്സിലാക്കാൻ സാധിക്കാത്ത പുറത്തു നിന്നുള്ള ആളുകൾ എന്ത് ഭ്രാന്താണ് എന്നാണ് പലപ്പോഴും കമൻ്റ് ചെയ്യാറുള്ളത്. വളരെ മനോഹരമായ ഒരവസ്ഥയാണ് പ്രണയത്തിലായിരിക്കുക എന്ന ഭ്രാന്ത്. അതിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന അനുഭൂതിയാണ് എന്നതാണ് മറ്റൊരു കാര്യം. പ്രണയത്തിലകപ്പെട്ട ആത്മാവിന് ഏത് സമയത്തും മാനഹാനി സംഭവിക്കാമെന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്.